പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 23 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കെട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി
ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയിലെ നോൻപ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും നോൻപ് ജീവിതത്തിലാണ്. മറ്റേത് കാലഘട്ടങ്ങളെക്കാളും എല്ലാ സമൂഹങ്ങളിലും ഇപ്പോഴ് ഉടമ്പടി എടുത്ത് അനുതാപത്തോടെയും അനുരഞ്ജനത്തോടെയും ആത്മാഭിഷേകത്തോടെയും ജീവിക്കുന്ന ഒരു പുളിമാവ് പോലത്തെ ഒരു ചെറിയ ഘടകം ലോകം മുഴുവനുണ്ട്. ഇവർ ലോകത്തെ പൊളിപ്പിക്കുന്നുണ്ട് ശരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ധ്യാനം നടത്തിയപ്പോൾ അവിടുത്തെ അച്ഛൻ, വികാരിച്ചൻ, മെജോച്ചൻ, ഞാൻ ചിക്കാഗോയിൽ ധ്യാനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് എന്നെ വിളിച്ചത് ധ്യാനിപ്പിക്കാൻ. അതിന് കാരണം അച്ഛൻ്റെ ഇടവകയിൽ 45 കുടുംബങ്ങൾ ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി എടുത്തവരുടെ ജീവിത രീതികളും അച്ഛൻ ഞങ്ങളിങ്ങോട്ട് പോരാൻ നേരത്ത് പറഞ്ഞത്, ഇനി ഉടമ്പടി ധ്യാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഇനി ഞങ്ങളുടെ ബാധ്യത കൂടിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഉടമ്പടി ജീവിപ്പിക്കാനുള്ള ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് ഇരട്ടിയായിരുന്നു. അച്ഛൻ നല്ല ഉത്തരവാദിത്തമുള്ള അച്ഛനാണ് സഭയോടും ദൈവജനത്തോടും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അത് ശരിയുമാണ്. ശരിക്കും പറഞ്ഞത് ചില അച്ഛന്മാരുടെ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു വിടും. അവർക്ക് കുമ്പസാരിപ്പിക്കാൻ താല്പര്യമില്ലയോ അഭിഷേകം ഇല്ലാതിരിക്കുക എന്തോ വിഷയമാണ്. അതിന് ഉടമ്പടിയുടെ പുറത്തും അത് എടുത്തവരുടെ മേലും കുതിര കയറിക്കൊണ്ട് അവർ ഒഴിവാക്കും. പക്ഷേ ഈ അച്ഛനായി മെജോച്ചൻ അങ്ങനെയല്ല. മെജോച്ചൻ പറഞ്ഞത്, ഞങ്ങളുടെ ബാധ്യത കൂടി ഇനി അത് ദൈവത്തോട് അടുത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ജനങ്ങളെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ജനങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ സ്വർഗീയ ദർശനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇടവക വികാരിമാർ അങ്ങനെ പറയും. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛനെയും മെജോച്ചനെയും അവിടെ ഉടമ്പടി എടുത്ത് ജീവിച്ച ആൾക്കാരെ കണ്ടപ്പോഴാണ് ഇതൊരു നല്ല ജീവിത രീതിയാണല്ലോ എന്ന് മനസ്സിലാക്കിയത്. ഉടമ്പടി ഒരു ധ്യാനമല്ല, ഒരു ജീവിത രീതിയാണ്. ദൈവമായിട്ട് ഉടമ്പടി ജീവിക്കുക, അത് സുവിശേഷത്തിൻ്റെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. ഞാൻ ഈ വിഷയമെല്ലാം പറയുന്നതും ഡെയിലി ബ്രെഡ് എല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചവർക്ക് എല്ലാ ദിവസവും ആത്മീയമായ ഭക്ഷണം കിട്ടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അല്ലാതെ ഉടമ്പടി എടുക്കാതെ കേൾക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു കൊതിയും താല്പര്യവും ഉണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൻപ് കാലത്ത് ചില മനുഷ്യർ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇങ്ങനെ ജീവിച്ചു വരത്തില്ലേ. അപ്പം ജീവിതത്തിൽ പല പല കാലാവസ്ഥകളും കുടുംബങ്ങളിലെ പല പല ന്യൂനമർദ്ദങ്ങളും ഒക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആത്മീയ ശൈത്യം ഉണ്ടാകും. കുളിരിൻ്റെ കാലം ഉണ്ടാകത്തില്ലേ, എത്ര പുതച്ചാലും വിറച്ചുകൊണ്ടിരിക്കും. ആത്മീയ ശൈത്യങ്ങളുടെ കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ആ ശൈത്യത്തെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആത്മീയ പരിചരണം കിട്ടാത്തവരാണെങ്കിൽ ബാക്കിലായി പോകും. ചിലപ്പോൾ ചില പാപസാഹചര്യങ്ങൾ കൊണ്ട് ആൾക്കാർ ബാക്കിലായി പോകും. ഞാൻ ഈ ദിവസങ്ങളിൽ പള്ളിയിൽ പറയായിരുന്നു, അതായത് നോൻപെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയെന്ന് പറയണത്, നമ്മൾ ഇടവ പള്ളിയിലോട്ട് പോകുന്നു, അപ്പനും മക്കളും എല്ലാവരും കൂടി. അപ്പോൾ പലർക്കും നടക്കാനുള്ള ശേഷി പലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ 3 വയസ്സുകാരും 4 വയസ്സുകാരും ഒക്കെ നമ്മുടെ കയ്യെപ്പിടി നടക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവർ പുറകിലായി പോകും. അവരത് ഇതൊക്കെ കണ്ട് പൂ കണ്ടും പുഷ്പം കണ്ടുമൊക്കെ നിൽക്കണത്, കിള്ളാൻ നോക്കണത്, തുമ്പിയെ കണ്ട് അതിൻ്റെ പുറകെ പായമ്പൊഴുത്ത് നിൽക്കണൊക്കെയാണ് സംഭവം. പക്ഷെ അവർ പുറകിലായി പോകും. അപ്പോഴെന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ പുറകിലായി പോയാൽ എന്ത് ചെയ്യും? മാതാപിതാക്കന്മാരവിടെ നിൽക്കും. ആ മക്കൾ സ്വന്തമായിട്ട് നടന്ന് അവരുടെ ഒപ്പം എത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും സ്നേഹത്തോടെ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന നോൻപ് ദൈവം നിൽക്കണ ഒരു സമയമാണ്. അപ്പം നമ്മൾ പുറകിലായി പോയെങ്കിൽ നമുക്ക് സ്നേഹപ്രവർത്തകളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ, സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ വരാൻ കഴിയണം. അത് നമ്മുടെ തന്നെ ഒരു ശ്രമമുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു ശ്രമമുണ്ട്. അപ്പം അതല്ലേ നമ്മൾ പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നതെന്നൊക്കെ പറയത്തില്ലേ. പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ
മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായിപ്പോയി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്നിലായി പോയ അനുതാപകാലത്തിലെ മുൻപ് കാലത്ത് ആത്മീയ ജീവിതത്തിൽ നമ്മളുടെ അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ പുറകിലായി പോയാൽ നമ്മൾ ശ്രമിക്കുന്നത് പോലെ തന്നെ ദൈവത്തിനൊരു പങ്കുണ്ട് അവിടെ. എന്താണ്? നമ്മൾ ദൈവത്തോട് കർത്താവേ എനിക്ക് കരകയറാൻ പറ്റണില്ല, എനിക്ക് ഈ നോൻപ് കാലത്തിന് ചൈതന്യത്തിന് ഒപ്പം എത്താൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ മുന്നിലാക്കിയെന്നാണ് ഈ പ്രഭാഷകൻ പറയുന്നത്. അപ്പോൾ കർത്താവാണ് നമ്മളെ മുന്നിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അനുദപിക്കാനുള്ള അനുഗ്രഹം എന്ന് പറയിച്ചിരിക്കും. ആദിമസഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ദൈവം പ്രദാനം ചെയ്യും ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. ഇപ്പൊ കലാപക്കുന്നവരെപ്പോലെ ഞാൻ പിന്നിലായി പോയി, കർത്താവ് എന്നെ അനുഗ്രഹിച്ച് എല്ലാവർക്കും മുന്നേ എത്താൻ സഹായിച്ചെന്നവർ. അപ്പൊ ഇൻ കേസ് അത്യാവശ്യ ജീവിതത്തിൽ നീ പുറകിലായി പോയി എങ്കിൽ നീ പ്രാർത്ഥനയിലെ, പരിശ്രമത്തിലെ, പ്രത്യാശയിലെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവെ എന്നെ നോൻപിൻ്റെ അരൂപിയാൽ അഭിഷേകം ചെയ്യണമേ, നഷ്ടപ്പെട്ട ആധ്യാത്മിക ചൈതന്യം തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ഒപ്പമെത്താൻ കഴിയും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.